തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അനിൽ ആന്റണി കുടുങ്ങാനുള്ള എല്ലാ വഴികളും തുറന്നിരിക്കുകയാണ്. കേസ് കൈക്കൂലി ആയതുകൊണ്ട് നേതാവിനെ പൂട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കൈക്കൂലി ആരോപണത്തിൽ പത്തനംതിട്ട NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്ക് തിരിച്ചടിയായിരിക്കുകയാണ് PJ കുര്യന്റെ വെളിപ്പെടുത്തൽ. അനിൽ ആന്റണിയിൽ നിന്ന് 25 ലക്ഷം രൂപ തിരികെ വാങ്ങിത്തരണമെന്നാവശ്യപ്പെട്ട് ദല്ലാൾ നന്ദകുമാർ തന്നെ സമീപിച്ചിരിക്കുന്നതായി കുര്യൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇക്കാര്യം അന്ന് തന്നെ ആന്റണിയോടോ അനിലിനോടോ പറഞ്ഞിരുന്നുവെന്നും മറ്റു കാര്യങ്ങൾ ഓർമ്മയില്ലെന്നുമാണ് കുര്യൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് കേട്ട് പേടിച്ച അനിൽ PJ കുര്യന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ കടുത്ത ഭാഷയിൽ മറുപടിയുമായി എത്തി. തന്റെ ജയം ഉറപ്പായപ്പോൾ നെറികെട്ട രാഷ്ട്രീയവുമായി രംഗത്ത് വന്നിരിക്കുകയാണെന്നും ക്രിമിനൽ കേസ് പ്രതിയെ കൊണ്ടുവരെ ആരോപണം ഉന്നയിക്കുകയാണെന്നും അനിൽ ചൂണ്ടിക്കാട്ടി. CBIയിലെ നിയമനം സംബന്ധിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും രണ്ടിൽ ഒരാളോട് പണം തിരികെ കൊടുക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടിരുന്നതായും PJ കുര്യൻ വെളിപ്പെടുത്തിയിരുന്നു. ഇതാണ് അനിൽ ആന്റണിയെ വീണ്ടും പ്രകോപിപ്പിച്ചത്. നൽകിയ പണം എത്രയാണെന്നോ എന്തിനാണെന്നോ തനിക്കറിയില്ലെന്നും ഇത്തരം ശുപാർശകൾ എപ്പോഴും വരാറുണ്ടെന്നും ഡൽഹിയിൽ എല്ലാവരുമായി പരിചയമുള്ള നന്ദകുമാറിനെ വിമാനത്തിൽ വെച്ചാണ് കാണുന്നതെന്നും കുര്യൻ പറഞ്ഞിരുന്നു. AK ആന്റണിയെ ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ കുര്യൻ പക്ഷേ അനിലിന്റെ കാര്യത്തിൽ ആ ഉറപ്പ് പറഞ്ഞില്ലെന്നതും ശ്രദ്ധേയമാണ്. ആന്റണിക്ക് ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ലെന്ന് ഉറപ്പുണ്ടെന്നായിരുന്നു മുൻ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയായ PJ കുര്യന്റെ വിശദീകരണം. നന്ദകുമാറിനെ 10-12 വർഷം മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ടെന്നും അനിൽ ആന്റണി വ്യക്തമാക്കുകയുണ്ടായി. ഒരു പോസിറ്റീവ് രാഷ്ട്രീയ ചിന്താഗതി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എതിരെയുള്ളവർ അതിന് അനുവദിക്കുന്നില്ല. തനിക്കെതിരെ നെറികെട്ട രാഷ്ട്രീയം കളിക്കുകയാണ് ഇവരെന്നും അനിൽ ആന്റണി ആരോപിക്കുകയുണ്ടായി. PJ കുര്യനെതിരെയും അനിൽ നിലപാട് കടുപ്പിച്ചു. ലീഡർ കരുണാകരൻ സാറിനെ ഇല്ലാത്ത കേസ് പറഞ്ഞ് രാജിവെപ്പിച്ചു. AK ആന്റണിയെയും അതുപോലെ തന്നെ. പിന്നെ ഉമ്മൻചാണ്ടി തുടർഭരണത്തിലേക്ക് വരുമെന്ന് ഉറപ്പായപ്പോൾ കോൺഗ്രസുകാർ തന്നെ കുതികാൽ വെട്ടി അദ്ദേഹത്തെ തോൽപ്പിച്ചുവെന്ന് പറഞ്ഞ അനിൽ കോൺഗ്രസ് രാഷ്ട്രീയം നന്നായി അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്, ഈ 3 സംഭവങ്ങളിലും ഒരുപോലെ പങ്കുള്ള ചില നേതാക്കളുണ്ട്. അതിൽ ഒരാളാണ് PJ കുര്യൻ എന്നും തുറന്നടിച്ചു. നന്ദകുമാറിനെ താൻ പരിചയപ്പെടുന്നത് PJ കുര്യന്റെ ആളാണെന്ന നിലയിലാണ്. അല്ലെങ്കിൽ അദ്ദേഹം അത് നിരസിക്കട്ടെ, ഇപ്പോൾ ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓരോ തവണ നന്ദകുമാർ കാണാൻ വരുന്നതും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളുമായാണ്. ജഡ്ജിനെ മാറ്റണം, ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്യണം എന്നൊക്കെയായിരുന്നു ആവശ്യം. അതോടെ ആ ബന്ധം ഞാൻ അവസാനിപ്പിച്ചതാണ്. കൂടാതെ PJ കുര്യനെതിരായ ഒരു കേസ് ദല്ലാൾ നന്ദകുമാർ ഇടപെട്ടാണ് ഒത്തുതീർപ്പാക്കിയതെന്നും അനിൽ ആന്റണി ആരോപിച്ചു. നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു കേസ് അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഈ കേസ് ദല്ലാൾ നന്ദകുമാർ ഇടപെട്ടാണ് ഒത്തുതീർപ്പാക്കിയതെന്നും അനിൽ വെളിപ്പെടുത്തി. ഇതുവരെ താൻ ഇതൊന്നും പറയാതിരുന്നത് മാന്യത കൊണ്ടാണെന്നും എന്നാൽ കുര്യൻ സാർ തന്നെ നേരിട്ട് വന്നതോടെ ഇനി പറയാമെന്നും അനിൽ വ്യക്തമാക്കുകയുണ്ടായി. ഇത് അനിൽ ആന്റണിയെയും AK ആന്റണിയെയും ഒരുമിച്ച് ചതിക്കാൻ വേണ്ടി PJ കുര്യൻ ചെയ്യുന്ന കാര്യമാണ്. താൻ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തുന്ന ആളല്ലെന്നും തനിക്കെതിരെ ലോകത്തെവിടെയും കേസില്ലെന്നും അനിൽ ആന്റണി കൂട്ടിച്ചേർത്തു. അതേസമയം അനിൽ ആന്റണിയെ സൂപ്പർ ദല്ലാൾ എന്ന് വിളിച്ച് ദല്ലാൾ നന്ദകുമാർ രംഗത്ത് വന്നതോടെയാണ് ആരോപണ പ്രത്യാരോപണങ്ങളുടെ തുടക്കം. കേരള ഹൈക്കോടതിയിലെ CBI സ്റ്റാൻഡിംഗ് കോൺസൽ നിയമനത്തിനായി അനിൽ ആന്റണി പണം വാങ്ങിയത് സംബന്ധിച്ച തെളിവുകൾ താൻ പുറത്തുവിടാമെന്നും ദല്ലാൾ നന്ദകുമാർ അറിയിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ അനിൽ ആന്റണി പ്രചരണം കൊഴുപ്പിക്കുന്നതിനിടെയായിരുന്നു ഈ ആരോപണം. ഇത് മുന്നണിക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് NDA കേന്ദ്രങ്ങൾ. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉൾപ്പെടെ ഇവിടെ എത്തിച്ച് BJP പ്രചരണം ശക്തമാക്കിയിരുന്നു. ഏതായാലും തെളിവുകളുള്ള സ്ഥിതിക്ക് അനിൽ പത്തനംതിട്ടയിൽ പൊട്ടുമെന്നും കേസിൽ കുടുങ്ങുമെന്നും വ്യക്തമാണ്.